മക്കളെ, മക്കൾക്ക് മുത്തച്ഛന് സൂത്രം തരട്ടെ. പിടിച്ചേ. എടാ, നിന്റെ പഠിത്തമൊക്കെ എവിടെ വരായി? ഞാൻ ഇപ്പം BA സെക്കൻഡ് ഇയർ മലയാളം. പിന്നെ ശിവ ആർക്കിടെക്ചർ ചെന്നൈയിൽ. മലയാളം പഠിച്ചാലെ കൊള്ളാം, ആർക്കിടെക്ട് പഠിച്ചാലെ കൊള്ളാം. പഠിത്തത്തിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു, അത് മുത്തച്ഛന് ഇഷ്ടം. അങ്ങനെ ഒരു പരിപാടിയില്ല മുത്തച്ഛ, നമ്മളൊക്കെ പഠിത്തത്തിൽ ടോപ്പ് മാർക്കല്ലേ. അങ്ങനെ വേണം, അല്ലാതെ നിന്റെ അച്ഛനെ പോലെ ആയിരുന്നു. അവൻ പഠിക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ ഇതിന്റെ എല്ലാം എടുത്തു കൊടുത്തു. അവനോട്ട് പഠിച്ചുകൂല, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്കിള് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്തത്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഞാൻ KSEBയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. അങ്ങ് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറായി പാഴൂർ വന്നു, അതായത് പിറമൺ ഡിവിഷൻ. അങ്ങനെയാണ് ഇവിടെ വന്നത്. ആ സമയത്തല്ലേ അച്ഛൻ അമ്മേനെ പരിചയപ്പെടണേ? അതെ, അന്ന് തുടങ്ങി അവരുടെ കഷ്ടകാലം. പാവം, അത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്, ഇപ്പോഴും വിഷമമുണ്ട്. കല്ല് നല്ലോണം പാടും. കല്ല് പാടുമോ? ഇതാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്. കല്ലല്ല അപ്പൂപ്പ, കല്ലു. അവളാ കല്ലൂന്നാ വീട്ടിൽ വിളിക്കുന്നത്, എന്റെ മോളാ. ഓ മോളെ, നീ പാടുവോ? ഒരു പാട്ട് പാടിക്കേ. അപ്പൂപ്പനെ നോക്കി പാട്. കേശു കൈന്ന് മേടിക്കുവേ. എന്റെ പൊന്നു മുത്തച്ഛ ഒന്നും പറയണ്ട, ഈ സാധനം പഠിപ്പിച്ചു വെച്ചേക്കാണ്, എന്ത് പറഞ്ഞാലും എന്നെ തല്ലാനായിട്ട്. മോളെ, നീ പാടുമായിരുന്നല്ലോ പണ്ട്. അത് പണ്ടല്ലേ, ഇപ്പൊ സൗണ്ട് ഒക്കെ പോയി. നീ ഒരു പാട്ട് പാടി. ഞാൻ പാടണോ? പഴയ മലയാളം പാട്ടാണ്, രണ്ടുപേരി. മേലേ മേലേ മാനം മാനം മേലേ മണ്ണിൻ കൂടാരം, മേലേ മേലേ മാനം മാനം മേലേ മണ്ണിൻ കൂടാരം. പോയിട്ടില്ല, പഴയതിനെത്തായിട്ടുണ്ട്. ചുമ്മാ കയ്യിൽ മേടിക്കോ? സോറി, ഇനി മിണ്ടത്തില്ല. അകത്തോട്ട് ഇപ്പൊ പോകത്തില്ല, അവൾ സംസാരിച്ചോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ എന്തിനാ അകത്തോട്ട് പോകുന്നേ? സംസാരിച്ചിട്ട് പോവാം. കേശു മാമനെ ഓടിച്ചുവിടാ. കല്ലേ, നമുക്ക് അപ്പൂപ്പന്റെ വിശേഷമൊക്കെ ചോദിക്കണ്ടേ? എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചേ. അയ്യോ, അപ്പൂപ്പൻ വിശേഷം മോളെ. അങ്കിളെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? അതെ. എന്നാ അങ്ങോട്ട് പോരും ഇടയ്ക്കൊക്കെ, പാറമട വീട്ടില്. അവനെ ബാലു ഇവിടെ എന്തോ ജോലിക്കാണെന്ന് പറഞ്ഞു വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കാറുമായിട്ട് വരാൻ നിങ്ങളെ രണ്ടുപേരെ കൂടെ കൊണ്ടുപോയിക്കോളാം. ഇതുവരെ അവന് കാറ് കിട്ടിയില്ല, അവന് പൊടി പോലും കാണാനുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ മുത്തച്ഛ ഒരു കാര്യം ചെയ്യും, ഇത്തവണ നമ്മുടെ കൂടെ അങ്ങോട്ട് പോവാ. ഈ മാസം നടക്കുമെന്ന് തോന്നുന്നില്ല, അടുത്ത മാസം നമുക്ക് നോക്കാം. അപ്പൂപ്പ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ അച്ഛൻ എപ്പോഴും പറയും അച്ഛൻ പാഴൂര് വന്നുകൊണ്ടിരുന്ന സമയത്ത് അപ്പൂപ്പൻ അച്ഛൻ തല്ലാറില്ലെന്ന്. തല്ലിട്ടില്ല. കണ്ട ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കേവനായിരുന്നു. അതല്ല, തല്ലാൻ പടിയെടുക്കുന്നതിന് മുമ്പ് അവൻ പാഞ്ഞു കിടയില്ലേ, ഇത്രയ്ക്ക് വീരനുണ്ടായിരുന്നു അവൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയായിരുന്നുള്ളൂ. അതായിരുന്നു അവന്റെ വിജയവും പരാജയവും.